ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഉലക നായകൻ പത്മഭൂഷൺ കമൽ ഹാസൻ ബാലനടൻ എന്ന നിലയിൽ 6-ാമത്തെ വയസ്സിൽ അഭിനയം ആരംഭിച്ച പ്രശസ്ത തമിഴ് നടനാണ് കമൽ ഹാസൻ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭയായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ പരമക്കുടി എന്ന സ്ഥലത്താണ് കമൽഹാസൻ ജനിച്ചത്. അച്ഛൻ പ്രശസ്ത ക്രിമിനൽ വക്കീലായിരുന്ന ശ്രീ ഡി ശ്രീനിവാസൻ, അമ്മ രാജലക്ഷ്മി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കമലഹാസൻ പാർത്ഥസാരഥി എന്നാണ് പേരിട്ടത്. കമലഹാസൻ ആ കുടുംബത്തിലെ 4 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു. മറ്റു മക്കൾ ചാരുഹാസൻ, ചന്ദ്രഹാസൻ, നളിനി രഘു എന്നിവരായിരുന്നു. തൻ്റെ മക്കൾ എല്ലാവരും നന്നായി വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു. ചാരുഹാസനും ചന്ദ്രഹാസനും പിതാവിൻ്റെ പാത പിന്തുടർന്ന് നിയമം പഠിച്ചു. കമലഹാസൻ ചെറുപ്പത്തിൽ സ്കൂൾ പഠനമൊഴിച്ച് മറ്റു പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1960-ൽ ജമിനി ഗണേശനും സാവിത്രിക്കും ഒപ്പമാണ് AVMന്റെ കളത്തൂർ കണ്ണമ്മ ചിത്രത്തിലൂടെ 6-ാം വയസ്സിൽ കമലഹാസൻ ചലച്ചിത്ര രംഗത്തെത്തിയത്. ഭീം സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ അരങ്ങേറ്റത്തിൽ തന്നെ മികച്ച ബാലനടനുള്ള ദേശീയ അവാർഡും നേടി. തുടർന്ന് 1960 മുതൽ 63 വരെയുള്ള കാലഘട്ടത്തിൽ കണ്ണും കരളും എന്ന ഒരു മലയാള ചലച്ചിത്രം ഉൾപ്പെടെ 5 ചിത്രങ്ങളിൽ കമൽ ബാലതാരമായി അഭിനയിച്ചു. ചെന്നൈയിലെ സാന്തോമിലുള്ള കോൺവെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കമൽഹാസൻ തികച്ചും യാദൃച്ഛികമായിട്ടാണ് സിനിമയിലെത്തിയത്. അതിന് നിമിത്തമായത് കുടുംബ ഡോക്ടറായ സാറ രാമചന്ദ്രനും AVM സ്റ്റുഡിയോ ഉടമ മെയ്യപ്പ ചെട്ടിയാരുമായിരുന്നു. 1963 ശേഷം പഠനത്തിനായി കമൽ ചലച്ചിത്രങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അരങ്ങേറ്റത്തിന് ശേഷം ഏതാണ്ട് 5 ചിത്രങ്ങളിൽ കൂടി കമൽഹാസൻ ബാലതാരമായി അഭിനയം തുടർന്നു. തമിഴ് സിനിമാ ലോകത്തെ മുൻനിര നായകന്മാരായിരുന്ന ശിവാജി ഗണേശന്റെയും MG രാമചന്ദ്രന്റെയും ഒക്കെ ഒപ്പം കമൽഹാസൻ ബാലതാരമായി അഭിനയിച്ചു. TK ഷൺമുഖത്തിന്റെ നാടക കമ്പനിയായിരുന്ന TKS നാടകസഭയിലെ അനുഭവങ്ങൾ കമൽഹാസനിലെ നടനെ രൂപപ്പെടുത്തി. പിന്നീട് 1972-ൽ മന്നവൻ എന്ന ചിത്രത്തിൽ സഹനടനായി തിരിച്ചുവരവ് നടത്തി. തുടർന്ന് പരുവകാലം, ഗുമസ്താവിൻ മകൻ എന്നീ സിനിമകൾ ചെയ്തു. K ബാലചന്ദറിന്റെ നാൻ അവനില്ലേ എന്ന ചിത്രത്തിൽ ജമിനി ഗണേശനോടൊപ്പം അഭിനയിക്കാനും അവസരം കിട്ടി. ഈ കാലഘട്ടത്തിലാണ് കന്യാകുമാരി, വിഷ്ണു വിജയം എന്നീ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചത്. 7 വർഷത്തെ നീണ്ട കാലയളവിന് ശേഷം സിനിമയുടെ സാങ്കേതിക മേഖലയിലേക്കാണ് കമൽഹാസൻ പിന്നീട് തിരിച്ചു വന്നത്. ഈ കാലത്ത് സഹനടന്മാരുടെ വേഷങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. 1970-ൽ ഇറങ്ങിയ മാനവൻ എന്ന ചിത്രത്തിൽ ഒരു സഹനടന്റെ വേഷത്തിലാണ് അദ്ദേഹം ഒരു നടൻ എന്ന രീതിയിൽ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരുന്നത്. കമൽഹാസൻ സഹസംവിധായകനായിരുന്ന അണ്ണൈ വേളാങ്കണ്ണി എന്ന ചിത്രത്തിലും ഒരു സഹനടന്റെ വേഷം അദ്ദേഹം ചെയ്യുകയുണ്ടായി. 1973-ൽ K ബാലചന്ദർ സംവിധാനം ചെയ്ത അരങ്ങേറ്റം എന്ന ചിത്രത്തിലെ അഭിനയം വളരെയധികം പ്രശംസ പിടിച്ചുപറ്റി. 1974-ൽ മലയാളത്തിലിറങ്ങിയ കന്യാകുമാരി എന്ന ചലച്ചിത്രത്തിൽ കമൽഹാസൻ നായകനായി അഭിനയിച്ചു. റീത ബാദുരി ആയിരുന്നു നായിക. കമൽഹാസന് പ്രാദേശിക ഭാഷയിലുള്ള ആദ്യത്തെ ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുന്നത് കന്യാകുമാരി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. K ബാലചന്ദറിന്റെ സംവിധാനത്തിൽ നായകനായി അഭിനയിച്ച അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലാണ് ഒരു നായക വേഷം കമൽഹാസൻ ചെയ്തത്. അപൂർവ രാഗങ്ങളിലെ അഭിനയത്തിന് തമിഴിലെ ഫിലിം ഫെയർ അവാർഡ് കമൽഹാസൻ കരസ്ഥമാക്കുകയുണ്ടായി. ഈ സിനിമയിലെ അഭിനയത്തിനായി കമൽഹാസൻ മൃദംഗം എന്ന താളവാദ്യം പഠിക്കുകയുണ്ടായി. ഈ സിനിമയിലൂടെ തന്നെയാണ് പിൽക്കാലത്ത് തമിഴിലെ പ്രശസ്ത നടനായ രജനീകാന്തും അരങ്ങേറ്റം കുറിക്കുന്നത്. 1983-ൽ മൂന്നാം പിറൈ എന്ന സിനിമയിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നിഷ്കളങ്കനായ ഒരു സ്കൂൾ അധ്യാപകന്റെ വേഷമാണ് അദ്ദേഹം അതിൽ ചെയ്തത്. മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന ചിത്രത്തിലെ അഭിനയം അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കി.